കോൺഗ്രസിന്റെ അക്കൗണ്ടുകളൊക്കെ പലരും ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ ഈ ഇലക്ഷനുള്ള പൈസ അത് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കണ്ടെത്തണമെന്നൊക്കെയുള്ള നിർദ്ദേശം. വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് രാജ്യത്ത് എല്ലായിടത്തും മുന്നോട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കാശെടുക്കാൻ പോയിട്ട് ട്രെയിൻ ടിക്കറ്റിന് കാശെടുക്കാനുള്ള പണം കയ്യിലില്ല. ഈ രാജ്യത്ത് ഒരിക്കലും നടക്കാത്ത രീതിയിൽ, ലോകത്ത് ഒരിക്കലും നടക്കാത്ത രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. അവർ സഹായിക്കും, അവർ വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കും, അവർ സാമ്പത്തിക സഹായം നൽകിയും ഞങ്ങളെ സഹായിക്കും. ക്രൗഡ് ഫണ്ടിങ് വേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളത് ക്രൗഡ് ഫണ്ടിങ് നടത്തും. ഇപ്പം തന്നെ ഞങ്ങളുടെ ആളുകൾ വീടുകൾ കയറുമ്പോൾ ആളുകൾ പണം തരാൻ തയ്യാറാണ്. സ്ക്വാഡ് പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങളോട് എന്തൊരു ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത്. BJP എന്ന് പറയുന്ന ദേശീയ ഭരണകൂടം, അവർ നേതൃത്വം നൽകുന്ന ഭരണകൂടം. അതുകൊണ്ട് 50 രൂപയും 100 രൂപയും 200 രൂപയൊക്കെ പാവങ്ങളടക്കമുള്ള ആളുകൾ സ്ക്വാഡ് കയറുന്ന UDF പ്രവർത്തകർക്ക് കൊടുക്കുകയാണ്. കാരണം അത്രമാത്രം ജനങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരിക്കുന്നത്. ഒരു ജനാധിപത്യത്തെ ഇങ്ങനെ കുഴിച്ചു മൂടിയാണ് രാജ്യത്ത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ അക്കൗണ്ടിലുള്ള വൈറ്റ് മണി, കള്ളപ്പണമൊന്നുമല്ലല്ലോ ഞങ്ങളുടെ അക്കൗണ്ടിലുള്ളത്, രേഖകളുള്ളതാണ്. ആ പണം പോലും ഉപയോഗിക്കാൻ പറ്റാതെ അത് മുഴുവൻ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ആ BJP ആയിട്ടാണ് ഞങ്ങളിവിടെ യുദ്ധം ചെയ്യുന്നത്. ആ BJP അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അല്ലാതെ CPM മത്സരിക്കുന്ന പോലെ മരപ്പെട്ടി ചിഹ്നത്തിലും നീരാളി ചിഹ്നത്തിലും മത്സരിക്കാതിരിക്കാൻ, പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങൾ BJPയെ താഴെ ഇറക്കാനാണ്, ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. മുഖ്യമന്ത്രി പറയേണ്ടത് വളരെ ഗൗരവമാർന്ന നിരവധി ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു. മാസപ്പടി ആരോപണവുമായിട്ട് ഗൗരവതരമായ 5 ചോദ്യങ്ങൾ ചോദിച്ചു. ഇതുവരെ വാ തുറന്ന് ഉത്തരം പറഞ്ഞിട്ടില്ല. അദ്ദേഹവും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മരുമകൻ മന്ത്രിയും പറഞ്ഞിട്ടില്ല. രണ്ടുപേരും പറഞ്ഞിട്ടില്ല മറുപടി. അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കിലേക്ക് നിരവധി സ്ഥാപനങ്ങൾ പണം കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെ പുറത്താണ് ആ പണം കൊടുത്തത്? എന്ത് ഫേവറാണ്, എന്ത് ആനുകൂല്യമാണ് ആ സ്ഥാപനങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ ഭരണകൂടം ചെയ്തു കൊടുത്തത്? വെറുതെ ഒന്നും കൊണ്ടുപോയി ആരും ആരുടെ അക്കൗണ്ടിലേക്കും പൈസ ഇടില്ലല്ലോ. ഏതെങ്കിലും കമ്പനിയുടെ അക്കൗണ്ടിൽ കൊണ്ട് ആരെങ്കിലും പൈസ ഇടുമോ? അപ്പോൾ പൈസ ഇട്ടിരിക്കുന്നത് നികുതി വെട്ടിപ്പിന് അടക്കമുള്ള കാര്യങ്ങൾക്ക് സൗജന്യം ചെയ്തു കൊടുത്തതിൻ്റെ പേരിലാണ് ഈ പണം നിക്ഷേപിച്ചിരിക്കുന്നത്. 12 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് പണം കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചത്? മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് മകളുടെ കമ്പനിയിലേക്ക് ഇത്രയും വലിയ തുക എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത്. അതിന് ഉത്തരം പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. പറഞ്ഞേ മതിയാവും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാവിലെ പൗരത്വം എന്ന് പറഞ്ഞിട്ട് വരണ്ട. പൗരത്വ നിയമത്തെ സംബന്ധിച്ച് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിനും UDFനും അതിശക്തമായ നിലപാടുണ്ട്. ഞങ്ങളുടെ ശ്രീ രമേശ് ചെന്നിത്തലയാണ് സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിരിക്കുന്നത് ഈ കേസിൽ കേരളത്തിൽ നിന്ന്. അതുപോലെ മുസ്ലിം ലീഗാണ് പരാതി കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ഞങ്ങളൊക്കെ അത് ഫൈറ്റ് ചെയ്യാണ്. ഇപ്പം ഇറങ്ങിയിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വർത്തമാനം മാത്രം പറയേണ്ടായിരുന്നു.